എല്ലാവർക്കും നമസ്കാരം. ക്രിസ്മസ് എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ക്രിസ്മസിന്റെ വെക്കേഷനും കഴിഞ്ഞിരിക്കുകയാണ്. എന്താ നാളെ ക്ലാസ് അല്ലെ സ്റ്റാർട്ട് ചെയ്യുവാണ്, സ്കൂൾ തുറക്കുവാണ് അല്ലെ. അപ്പം എക്സാം ഒക്കെ നിങ്ങൾ നല്ലോണം എഴുതിയെന്ന് വിചാരിക്കുന്നു. വെക്കേഷൻ ഒക്കെ അടിച്ചു പൊളിച്ചെന്ന് വിശ്വസിക്കുന്നു. ക്രിസ്മസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ പോയെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അപ്പൊ ഇനി നമുക്ക് കൂടുതൽ പഠിത്ത കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മുൻ വർഷങ്ങളിലെ രീതിയിലല്ല ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചിരിക്കുന്നത് അല്ലെ. ക്വസ്റ്റ്യന്റെ പാറ്റേണിൽ നല്ലപോലെ വ്യത്യാസം വന്നിരിക്കുന്നത്. അതായത് പാടെ മാറി എന്ന് തന്നെ വരാം. എസ്പെഷ്യലി +1 +2 അല്ലെ, അതിന്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേണേ കംപ്ലീറ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ടഫ് ആയിട്ട് വന്നിരിക്കുകയാണ്. പെട്ടെന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്കൊരു ആൻസർ എഴുതാൻ പറ്റുന്ന രീതിയിലല്ല ക്വസ്റ്റ്യൻസുകൾ വന്നിരിക്കുന്നത് അല്ലേ. മനസ്സിലായിട്ടല്ല പറഞ്ഞത്. അപ്പം ആ രീതിയിൽ ഇനി നിങ്ങൾ മുന്നോട്ട് പഠിച്ചു പോയാൽ മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ നേരത്തെ ഒക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒന്നും പഠിക്കാതെ പോയിട്ട് പരീക്ഷയുടെ തലേദിവസം ഒരു ലൈവ് ക്ലാസ്സോ അല്ലെങ്കിൽ ഒരു റിവിഷൻ ക്ലാസ്സോ മാത്രം കണ്ടുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാം അല്ലെങ്കിൽ ജയിക്കാം എന്നുള്ളത് അല്ലെങ്കിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു. ആ ഒരു തോട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി കേട്ടോ. ഓരോരോ പാഠഭാഗങ്ങളും ക്ലിയർ ആയിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാൻ എല്ലാവരും ശ്രമിക്കുക. ആ രീതിയിൽ മുന്നോട്ട് പോയാൽ മാത്രമേ ഉള്ളൂ ഈ വർഷത്തെ പബ്ലിക് എക്സാമിന് നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് +1 +2 കുട്ടികൾ കൃത്യമായിട്ട് അത് ഫോളോ ചെയ്ത് പോവുക. NCERT ടെക്സ്റ്റ് ബുക്കിലെ പാറ്റേണുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ തന്നെയാണ് മിക്കതും ചോദിച്ചിട്ട് കണ്ടിട്ടുള്ളത്. അപ്പൊ അതേ രീതിയിൽ നിങ്ങൾ ഇനി മുന്നോട്ട് പഠിക്കുക കേട്ടോ. അതുപോലെ തന്നെ കൺസെപ്റ്റ് ക്ലിയർ ആക്കി പഠിക്കുക. ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ എന്താണ് കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. വെറുതെ കാണാതെ പഠിക്കുക അല്ലെങ്കിൽ ഇതിന്റെ ആൻസർ ആയിരിക്കും എന്നൊരു തോട്ട് വെച്ചുകൊണ്ട് പഠിക്കാതിരിക്കുക കേട്ടോ. കൺസെപ്റ്റ് ക്ലിയർ ആക്കി പഠിക്കുക, അതാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പം എൻ്റെ വീഡിയോസ് ഒക്കെ കാണുന്ന കുട്ടികളാണെങ്കിൽ അവർക്കറിയാം, ഞാൻ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ പറയാറുണ്ട് കൺസെപ്റ്റ് ക്ലിയർ ആക്കുക എന്നുള്ളത്. ഓരോരോ കാര്യങ്ങളും പറയുമ്പോൾ കാണാതെ പഠിക്കാതെ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് പഠിച്ചു പോവാന്നാണ് ഞാൻ എൻ്റെ ഒരു വേ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ രീതിയിലാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾ ആ രീതിയിൽ ഇനി പഠിച്ചു പോയാൽ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ പബ്ലിക് എക്സാമിന് നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഈ ഒരു ഫോർമാറ്റ് തന്നെയായിരിക്കും ഇനി വരുന്ന ക്വസ്റ്റ്യൻസുകളൊക്കെ. ടഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുത്തുണ്ടായി കോൺട്രവേഴ്സിയുടെ ഒക്കെ ബേസിലൊക്കെ ആണെങ്കിലും എന്താണ് ക്വസ്റ്റ്യൻസുകൾ നല്ലപോലെ ടഫ് ആയിരിക്കും. അപ്പം ഏത് രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നാലും അത് ആൻസർ ചെയ്യാൻ നമ്മൾ തയ്യാറായിരിക്കണം. അതിന് ഞാൻ പറഞ്ഞില്ലേ കൺസെപ്റ്റ് ക്ലിയർ ആക്കുക. അതിനുവേണ്ടി ഓരോ പാഠഭാഗങ്ങളും പഠിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാൻ ഓരോരോ സെക്ഷൻ ആയിട്ടാണ്. ആ ഓരോരോ സെക്ഷനിലും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകളൊക്കെ ആൻസർ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ പഠിച്ചു പോകുമ്പോൾ ആ ഒരു സെക്ഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയി കേട്ടോ. അങ്ങനെ ആ രീതിയിൽ പഠിച്ചു പോവുക. നമ്മുടെ ചാനലിൽ 8, 9, 10, 11, 12ന്റെ വീഡിയോസുകളൊക്കെ ഉണ്ട്. 8ാം ക്ലാസ്സിന്റെ കുറച്ച് വീഡിയോസുകളൊക്കെ ഉണ്ട്. 9ാം ക്ലാസ്സിന്റെ ആണെങ്കിൽ ഫിസിക്സും കെമിസ്ട്രി ഉണ്ട്. 10ന്റെ ഫിസിക്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. +1 ഫിസിക്സിന്റെ കംപ്ലീറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഓരോരോ സെക്ഷനായിട്ട് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ്, യൂട്യൂബിൽ ഫ്രീ ആയിട്ട് തന്നെയാണ്, പെയ്ഡ് ക്ലാസ്സുകളൊന്നും അല്ല. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ ചാപ്റ്റർ വേണ്ടത് അല്ലെങ്കിൽ ടോപ്പിക്ക് വേണ്ടത് അത് ടൈപ്പ് ചെയ്യുക. അതുപോലെ മായാസ് ക്ലാസ് റൂമിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പോർഷൻസ് കിട്ടും കേട്ടോ. അപ്പൊ എനിക്ക് എപ്പോഴും പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോം ആണോ പഠിക്കാൻ ഉപയോഗിക്കുന്നത് അപ്പൊ അവിടുന്ന് കിട്ടാവുന്ന കൺസെപ്റ്റുകൾ നിങ്ങൾ മനസ്സിലാക്കുക. വെറുതെ പഠിച്ചു പോകാതെ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് പഠിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ഉള്ളൂ ഇനി മുന്നോട്ടുള്ള വർഷങ്ങളിലൊക്കെ ഇതേ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസുകളൊക്കെ വരുന്നത്. അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം ടഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം മോഡ് പാസ് ഒക്കെ മാറിയിരിക്കുകയാണ്. ആനുവൽ എക്സാമിന് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ പാസ് ആകത്തുള്ളൂ അല്ലെ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാം. 9ാം ക്ലാസ്സിലെ കുട്ടികളോട് ഞാൻ പ്രത്യേകം പറയാണ്, ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം 9ാം ക്ലാസ്സിലെ പോർഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് +1ന്റെ ബേസ് ആണ്. +1ൽ പഠിക്കുന്ന കാര്യങ്ങളുടെ ബേസ് ആണ് 9ാം ക്ലാസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ബേസ് അറിയാൻ മേലാന്നുണ്ടെങ്കിൽ നിങ്ങൾ +1ൽ വന്നു കഴിയുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടും. ഈ ബേസ് ഒന്നും ആരും +1ൽ അങ്ങനെ എടുത്തു തരില്ല. ഒരുപാടുണ്ട് പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ. അപ്പൊ അതിനൊന്നും ടൈം കിട്ടില്ല. അതുകൊണ്ട് ഇപ്പം തറവായി മനസ്സിലാക്കി പഠിച്ചു പോവുക. മനസ്സിലാക്കി പഠിച്ചു, അതാണ് അടിവരയിട്ട് പറയുന്നത്. കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചു പോവുക. കാണാതെ പഠിക്കല്ലേ. ഇത് ഇന്നതാണെന്നുള്ളൊരു കാണാതെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ടത് പ്രയാസമായിട്ട് മാറും കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് പഠിച്ചു പോവുക. കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി പഠിക്കുക, എഴുതി പഠിക്കുക കേട്ടോ. അപ്പം ഇനിയുള്ള ദിവസങ്ങൾ കുറച്ച് ദിവസങ്ങളൊക്കെ ഉള്ളൂ, 2 മാസം അല്ലെ. 2 മാസം +1 +2 കുട്ടികൾക്ക് ആണെങ്കിൽ ഇനി എക്സാം ആണ്, മോഡൽ എക്സാം. +2കാർക്ക് പ്രാക്ടിക്കൽ ആണ്. മോഡൽ എക്സാം ഒട്ടും സമയമില്ല. അപ്പൊ കിട്ടുന്ന സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് പഠിക്കുക. പഠിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആക്കി കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ഹൈസ്കൂൾ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ആണെങ്കിലും പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ.
നമ്മുടെ ചാനലിൽ കൂടുതൽ വീഡിയോസുകളൊക്കെ വന്നുകൊണ്ടിരിക്കും. എല്ലാവരും കാണുക, നല്ലവണ്ണം പഠിക്കുക. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.